ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അവിടുത്തെ ജോലിക്കാരിയെ പിടിച്ചു. അതെ, നീ കാര്യം ചോദിക്കുമ്പോൾ നീ എന്താ കഥകളി കളിക്കുകയാണോ? ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടിട്ടേ നമുക്ക് 2 പേർ കൂടെ എന്താണെങ്കിലും റീൽസ് ചെയ്യാട്ടോ എന്നൊക്കെ ശേഖരൻ പറയാം. സത്യം പറയുന്നത് നിനക്ക് നല്ലത്, എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിയും പറഞ്ഞു, ഈ കമലക്കുഞ്ഞ് സുഖമില്ലാത്തത് കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയാ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല. അപ്പം ഒന്നും നോക്കിയില്ല. കമല നേരെ കത്തി എടുത്തവളുടെ കഴുത്തിലേക്ക് വെച്ചു. പറയാൻ പറഞ്ഞു. സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ കണ്ടിക്കും. ആര് പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തതെന്നാണ് ചോദിച്ചത്. സത്യം പറയാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറക്കും. വേഗം പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഗൗരി എന്നിട്ട് കമലടുത്തി, വേണ്ട, എന്താ ഇത് എന്ന് ചോദിച്ചോ. ഗൗരി, നീ അവിടെ അടങ്ങിയിരിക്കുക കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ വെറുതെ എന്താണെങ്കിലും സത്യസന്ധമായി പറഞ്ഞോ. വെറുതെ കമലടുത്തി ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ എന്ന് ഉടനെ ശങ്കരൻ പറഞ്ഞു. അല്ലെങ്കിൽ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ ഈ സമയം ഞാൻ അറക്കും എന്ന് പറഞ്ഞു. അവസാനം ഒന്നും മിണ്ടാതെ നിന്നിട്ട്, അത് പിന്നെ ഞാൻ രാധാമണി കൊച്ചമ്മ പറഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? നീ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്? അമ്മ എന്ത് അക്രമമായി കാണിച്ചത്? എന്തമ്മ ഈ കേൾക്കണത്? അമ്മ എന്തിനാ അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അവസാനം രാധാമണി മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മയോടാ ചോദിക്കുന്നത്. ഇതിൻ്റെ വാസ്തവം എന്നിട്ടാന്ന് ഞങ്ങൾക്കറിയണം, അറിഞ്ഞേ പറ്റൂ. കാര്യം എന്താ എന്ന് ചോദിച്ചു. അന്നേ കമല എന്ന് പറഞ്ഞു. അതെ, എന്താ കാര്യമെന്ന് ഞാൻ പറയാന്നേ എന്ന് പറഞ്ഞു. ഷു, ഇപ്പോൾ അവളെല്ലാ ശങ്കരനോടും പറയും. എൻ്റെ അമ്മോ, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോവുക? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയെ ഇനി എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോവുക എന്നോർത്ത് രാധാമണി ആദ്യം പൂണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേനും വേഗം തന്നെ ഗൗരി പറയാണ്, കമലടത്തി പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, കമല എന്താ പറയണമെന്ന്. പറ കമലയിടത്തി, എന്താ ഇപ്പോൾ സംഭവിച്ചത് എന്ന് ചോദിച്ചോ. എടി കമലേ, നീ നിൻ്റെ തൊള്ള തുറന്നൊന്ന് പറയുക എന്ന് ശേഖരനും പറഞ്ഞു. ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ പേടിച്ച് വിറച്ച് നിൽക്കുക രണ്ടുപേരുടെ. അമ്മയ്ക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. അപ്പോൾ രാധാമണിക്ക് ഒരു ആശ്വാസം വീണു. അമ്മയ്ക്ക് സുഖമില്ല, അത് തന്നെയാട്ടോ കാരണം എന്ന് പറഞ്ഞു. സുഖമില്ലാത്തത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നത്. അതുകൊണ്ടേ അമ്മയുടെ മാനസിക അസ്വസ്ഥതയ്ക്ക് എന്താണെങ്കിലും ഇനിയെങ്കിലും ചികിത്സ കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് നമ്മൾ തന്നെ സാക്ഷിയാകേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഇപ്പം തന്നെ അമ്മയെ ഭ്രാന്ത് ആശുപത്രിയിൽ കൊണ്ടേ ആക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് മിണ്ടണ്ട എന്ന് പറഞ്ഞു. കമലടത്തി, മനസ്സിലായി, ഞങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി. അതാ ഗൗരി, കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമായോ? പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചോ. അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന അസുഖമല്ല, മനസ്സിൻ്റെ അസുഖമാണ് കേട്ടോ. അമ്മയെ നമുക്ക് ചികിത്സിപ്പിക്കാം. എന്താ, അതുപോരെ കമലടത്തി? എന്താണെങ്കിലും ഉറപ്പാണല്ലോ അല്ലേ ഗൗരിയെ? ഉറപ്പാണ്. എന്താണേലും ഏട്ടത്തി വരൂ എന്ന് പറഞ്ഞ് കമലയും കൂട്ടിക്കൊണ്ട് ഗൗരി വേഗം റൂമിലേക്ക് അങ്ങ് പോയി. അപ്പോൾ വേഗം തന്നെ ഒരാശ്വാസമായത് ഇപ്പോഴാണ് രാധാമണി തങ്കച്ചിക്കും ആ ജോലിക്കാരിക്കും. ആ കമല വെറുതെ എന്തോ ഭ്രാന്ത് പറഞ്ഞതാണെന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് അവർ പറഞ്ഞു എന്തിനാ ചേട്ടച്ചാരെ എന്ന് ശങ്കർ ഇങ്ങനെ ശേഖരനോട് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നെ ശങ്കറെ, ഞാൻ വടിയിൽ എണ്ണ ഒഴിക്കാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. ഉറപ്പാണോ? നിനക്ക് നിൻ്റെ സ്വന്തം അമ്മയെ സംശയമാണ് അല്ലേ ശങ്കറെ? ശരി, കമല ചോദിച്ചപ്പോൾ ഇവൾ കരഞ്ഞുകൊണ്ട് എല്ലാം സമ്മതിച്ചു എന്നുള്ളത് സത്യമാണ്. ആർക്കായാലും എന്നെ സംശയം തോന്നും. പക്ഷേ കമല എങ്ങനെയാ ചോദിച്ചത്? കഴുത്തിൽ കത്തി വച്ചിട്ടല്ലേ ശങ്കറെ ചോദിച്ചത് എന്ന് ചോദിച്ചു. തലയ്ക്ക് വെളിവില്ലാത്ത അവള് കഴുത്തിൽ കത്തി വെച്ചിട്ട് ഈ വെളിവികേട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും അതങ്ങ് സമ്മതിച്ച് കൊടുക്കുകയല്ലേ ചെയ്യുള്ളൂ. എല്ലാവർക്കും അവരവരുടെ ജീവനിൽ കൊതിയില്ലേ? ഇവളെ അതും ഇപ്പം ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു. ഒരു നിമിഷം ഞാനങ്ങ് ഷോക്കായി. രാധമ്മായി പറഞ്ഞു വന്നപ്പോഴാ എന്താണെങ്കിലും ക്ലാരിറ്റി ആയത് എന്ന് പറഞ്ഞു ഗംഗ. അല്ലെങ്കിൽ വെറുതെ രാധമ്മായിയെ വെറുതെ തെറ്റിദ്ധരിച്ചേനെ. എന്തായാലും മനസ്സിന് സുഖമില്ലെങ്കിൽ എന്തൊക്കെയല്ലേ? കാണാത്തതും കണ്ടത് കണ്ടില്ല എന്നും ഒക്കെ പറയും. എന്താ ചെയ്യുക? പാവം കമലയിടത്തി. ഷോ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇവർ ആ കാര്യം വിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷേ എങ്കിലും നമ്മുടെ മഹാദേവന് ഒട്ടും വിശ്വാസം വന്നിട്ടില്ല. ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എടീ രാധാമണി തങ്കച്ചി, നീ തന്നെയല്ലേ അപ്പോൾ
എനിക്ക് ഈ പണി തന്നത് നീയാണല്ലേ? നിന്റെ കൊട്ടേഷനിലാണ് ഞാൻ വീണതെന്ന്. എൻ്റെ അമ്മോ, അത് നിൻ്റെ ആണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് മഹാദേവനെ കാര്യമൊക്കെ പിടികിട്ടി. അപ്പം രാധാമണി അന്തരീക്ഷത്തിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. പിന്നെ നമ്മൾ കാണുന്നത് ശ്യാം സാറിനെ നന്ദിനി അമ്മേനെയാണ്. എൻ്റെ നന്ദിനി, ആരതിയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. താൻ എന്തിനാ ഇങ്ങനെ അതോർത്ത് വിഷമിച്ചിരിക്കണത്? പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ലെന്നാണോ ശ്യാമേട്ടൻ കരുതുന്നത്? അവളെ തിരുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ അവൾ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. അപ്പം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ഭാര്യയും ഭർത്താവൂടെ മാറിയിരുന്നൊരു രഹസ്യം പറച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശിയും കയറി വന്നു. ഈ രഹസ്യമൊന്നുമില്ല എൻ്റെ അമ്മേ, ഈ മിഥുൻ്റെ കാര്യം ഞങ്ങൾ സംസാരിക്കായിരുന്നു എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ? ഗൗരി ഒരാൾ കാരണമല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്? അവൾക്ക് എന്താ പറ്റിയതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവണില്ല. മോക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവുന്നതിൽ ഗൗരിക്ക് ഒരിക്കലും അസൂയ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്യാമേ, നന്ദിനി പറഞ്ഞതാ അതിൻ്റെ കാര്യം. അപ്പം ഇതിൻ്റെ കാമുകിയാന്ന് പറഞ്ഞ ഏതോ ഒരു പെൺകുട്ടിയെ കാട്ടിക്കൊണ്ട് വന്ന് ഗൗരിയും ശങ്കറും കാട്ടിക്കൂട്ടിയത് അമ്മ മറന്നോ? അമ്മയ്ക്ക് അതിനെപ്പറ്റിയൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു. നന്ദിനി, ശ്യാമേ, അതെ, ആരതിക്ക് ഒരു നല്ല ജീവിതം കിട്ടുന്നത് നമ്മുടെ ഗൗരി മോക്ക് അസൂയാണെന്ന് മറ്റാരൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. അമ്മേ, ഇനി മിഥുൻ ഒരു നല്ല പയ്യനാണ്. അവനെപ്പറ്റി ആർക്കും യാതൊരു മോശം അഭിപ്രായവും ഇല്ല. പക്ഷേ ശ്യാമേ, ചിലപ്പോൾ നമുക്കാർക്കും അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലോ? പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ എന്താണെങ്കിലും കൂടുതൽ ആലോചിക്കുന്നില്ല. ഇപ്പം എന്താണോ ചെയ്യേണ്ടത് അത് ചിന്തിച്ചു കൂട്ട്. അമ്മ പറഞ്ഞു, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. പറ. അപ്പം നന്ദിനി ചോദിച്ചപ്പോൾ മിഥുൻ അകൽച്ച കാണിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ആരതി മോളുടെ പരാതി. നിങ്ങൾ രണ്ടുപേരും പോയി മിഥുനെ കാണ്, എന്നിട്ട് അവനോട് സംസാരിക്കുക. ഞങ്ങൾ മിഥുനെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് നിർബന്ധമാണോ? അത് വേണോമേ? വേണം എന്ന് പറഞ്ഞു മുത്തശ്ശി തറപ്പിച്ച് തന്നെ. അതാ നല്ലത് ശ്യാമേട്ടാ. ഈ കാര്യത്തിൽ അമ്മയുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്ന് പറഞ്ഞു. നമുക്ക് മിഥുനെ നേരിട്ട് പോയി കാണാം, അതാ നല്ലത്. ആരതി മോളെ ഇങ്ങനെ അവൻ അവഗണിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയണ്ടേ? നമുക്ക് ചോദിച്ചു നോക്കാം. ശ്യാമേ, നന്ദിനി, നിങ്ങൾ എത്രയും വേഗം ചെന്ന് അവനെ കണ്ട് നേരെ സംസാരിക്കാൻ നോക്ക്. എല്ലാ കാര്യവും വിശദമായി സംസാരിക്കണം. ഇനി അഥവാ ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത് ഇവിടം കൊണ്ട് നമുക്കങ്ങ് അവസാനിപ്പിക്കാം. എന്തായാലും രണ്ടിലൊന്ന് തീരുമാനിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരും അതിന് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്യാം സാറും നന്ദിനി അമ്മയും. അപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചു, അമ്മ പറഞ്ഞതനുസരിച്ച് കേട്ടോ. പിന്നെ കാണും നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ ഗൗരി അവിടെ ഇരുന്ന് പഠിക്കുന്നു, കൂടെ നമ്മുടെ ശങ്കറും അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഗൗരി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചൊക്കെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ശങ്കു അങ്ങോട്ടേക്ക് വരുന്നത്. നോക്കുമ്പോൾ പുസ്തകം തുറന്നിരിപ്പുണ്ട്. ആളുടെ മൈൻഡ് ഇവിടെയല്ല. അയ്യോ, നമ്മുടെ ക്രാവ് ഹെവി തിങ്കിങ്ങിലാണല്ലോ, എന്താണാവോ? അപ്പോൾ ശങ്കു നേരെ വന്നു നമ്മുടെ ഗൗരിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആഹാ, എന്തുട്ടാ ഒരു വമ്പൻ ആലോചന? ഒന്നുമില്ല, എന്നാലും പറയുന്നേ, ഞാനൊന്ന് കേൾക്കട്ടോ. പറ. സത്യമായിട്ട് ഒന്നുമില്ല ശങ്കു എന്ന് പറഞ്ഞു. സത്യമാ ഞാൻ പറഞ്ഞത്, ഞാൻ വേറൊന്നും ആലോചിച്ചതേ ഇല്ല. ഞാൻ നേരത്തെ ഈ റൂമിൽ നോക്കിയപ്പോൾ നിന്നെ അവിടെയെങ്കിലും കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കേട്ടില്ലേ? പഠിക്കണ ടൈമിൽ അടുക്കളയിൽ പണിയെടുക്കാൻ പോകരുതെന്ന് ഞാൻ പല തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഇതൊക്കെ അമ്മയും ആ വേല വെക്കണമെന്ന് ആ വേലക്കാരിയില്ലേ അവരൂടെ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ കിച്ചണിൽ ആയിരുന്നില്ല, കമലടത്തിയുടെ കൂടെ ആയിരുന്നു. അതാ ഞാൻ ഇങ്ങോട്ട് വരാഞ്ഞത്. കമലടത്തിക്ക് ടാബ്ലറ്റ് കൊടുത്തു, പാവം ഉറക്കായി എന്ന് പറഞ്ഞു. അതെ ഗൗരി, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. നീ ഇപ്പോൾ എൻട്രൻസിന് പഠിക്കാട്ടോ, അത് മറന്നു പോവല്ലേ. എൻട്രൻസ് എന്ന് പറഞ്ഞാലേ ലോ എൻട്രൻസ് ആണേ. നമുക്ക് 1 റാങ്ക് തന്നെ വാങ്ങണം, അതിൽ കുറഞ്ഞ് ഒന്നും പറ്റില്ല കേട്ടോ. നിനക്ക് ഇഷ്ടം പോലെ പഠിക്കാനുള്ളതല്ലേ. എൻ്റെ അമ്മോ, എന്തു വലിയ ബുക്കായത്, എന്തുമാത്രം പഠിക്കാനുള്ളത്. അപ്പോൾ കൈ പിടിച്ചിങ്ങനെ നോക്കുകയാണ് നമ്മുടെ ശങ്കു. ഇതൊക്കെ പഠിക്കണമല്ലോ എൻ്റെ പൊന്നോ. അപ്പോൾ ഇങ്ങനെ മറിച്ചൊക്കെ നോക്കിയിട്ട്, അത് ഫുൾ ഇംഗ്ലീഷ്, ഇത് ഇത്രയും പഠിച്ച് തീർക്കണ്ടേ? നീ പിടിച്ച 1 മിനിറ്റ് പോലും കളയാനില്ല കേട്ടോ. നമ്മുടെ ചാരങ്ങാണി വീടിൻ്റെ മുന്നിൽ നിനക്ക് 1ാം റാങ്ക് കിട്ടിയതിൻ്റെ ഫ്ലെക്സ് വെക്കണം.
നന്നായി പഠിച്ചോട്ടോ. അതൊക്കെ ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ല. ഈ അനാവശ്യമായ കാര്യങ്ങൾ എല്ലാം മറന്നു കളയണം. പഠിത്തത്തിൽ നമ്മുടെ ശ്രദ്ധ കുറഞ്ഞു പോവില്ല കേട്ടോ. ഈ ഞാൻ തന്നെ നീ ഒന്ന് നോക്കിയേ, നമ്മൾ 6ാം ക്ലാസ് തന്നെ ആക്കിയത് എന്തുകൊണ്ടാ? നമ്മുടെ ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടാ, കുറവുകൊണ്ടാട്ടോ. അപ്പം ഗൗരി ചിരിച്ചു. എൻ്റെ പൊന്നു മോളെ, ചിരിക്കാൻ പറഞ്ഞൊന്നല്ല കേട്ടോ, കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാനൊരു മാതൃകയാണ്, ഞാനൊരു പാഠപുസ്തകം കേട്ടോ. അല്ലെങ്കിൽ നോക്കിയേ, എന്നെ കണ്ട് പഠിക്കണമെന്നൊന്നും അല്ല കേട്ടോ, എൻ്റെ അവസ്ഥ മനസ്സിലാക്കി നീ പഠിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരവസ്ഥ, എന്താ പറയുക, ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും, പഠിക്കുന്ന കുട്ടികൾക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. പിന്നെ നീ ചിരിക്കണോ എന്ന് ചോദിച്ചു. അല്ല, ഞാനൊരു സിനിമയുടെ കാര്യം ഒന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാ. ഹൈ, ഏത് സിനിമ? ഏത് സിനിമയാ? ലാലേട്ടൻ്റെ സിനിമ പോലെ ആണോ? ഞാൻ ലാലേട്ടൻ ഫാനാട്ടോ. അമരം സിനിമ കണ്ടിട്ടുണ്ടോ? ഒരു പഴയ പടാ. ശങ്കരനെ പഠിക്കാൻ നിർബന്ധിക്കുമ്പോഴേ എനിക്ക് അമരത്തിലെ മുത്തിനെ പഠിപ്പിക്കുന്ന അവൻ്റെ അച്ഛനെയാ ഓർമ്മ വരുന്നത്. ചില സമയത്തെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ റോൾ എടുക്കൂട്ടാ, അതിനൊരു സംശയം വേണ്ട. എടി മോളെ, ഒരു കെട്ടിയോനെന്ന് പറയണതേ പല റോളുകളാട്ടോ. ചിലപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ റോള്, ചിലപ്പോൾ ഒരു ചേട്ടൻ്റെ റോള്, ചിലപ്പോൾ ഇതുപോലെ ഒരച്ഛൻ്റെ റോള്, ഒരു ഭർത്താവിൻ്റെ റോള്, അങ്ങനെ ഒരുപാട് റോളുകൾ ഒരുമിച്ച് ചെയ്യാനുള്ള ആളാണ് ഈ ഒരു കെട്ടിയോൻ എന്ന് പറയണത്. ഈ ഭർത്താവ് എന്ന് പറയണതേ ഒരു ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. അതേ ശങ്കു, ഭർത്താവിന് മാത്രമല്ല കേട്ടോ, ഭാര്യയ്ക്കും ഒരുപാട് റോളുകളുണ്ട് കേട്ടോ. അവൾ ഭർത്താവിന് ഒരു നല്ല ഫ്രണ്ടായിരിക്കണം. പിന്നെ ചിലപ്പോൾ ചേച്ചിയെപ്പോലെ ഭർത്താവിനെ ഉപദേശിക്കണം, ചിലപ്പം അധ്യാപികയെപ്പോലെ ഭർത്താവിനെ ശിക്ഷിക്കണം, പിന്നെ ചിലപ്പം ഒരമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം പോലെ ഭർത്താവിനെ ചേർത്ത് പിടിക്കണം. മനസ്സിലായോ? അപ്പോൾ വേഗം തന്നെ ശങ്കു ആ പുസ്തകം എടുത്ത് താഴെ വെച്ചിട്ട് വേഗം ഗൗരിയുടെ മടിയിലേക്ക് കയറി കിടക്കാണ്. ഇതെന്തി കാണിക്കുന്നത്? അല്ല, നീ എൻ്റെ തലയിലൊന്ന് തടവ്. കെട്ടിയൊക്കെ അമ്മയുടെ റോളുണ്ടെന്ന് നീയല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്താ പറ്റിയത്? തൽക്കാലേ ഇപ്പം തലയോടൊന്നുമില്ല. എൻ്റെ കെട്ടിയോൻ മര്യാദയ്ക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അപ്പം നീ ഉറങ്ങണില്ലേ? ശങ്കർ ഉറങ്ങിക്കോളൂ, 1-2 ചാപ്റ്റർ പഠിച്ചിട്ട് ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞു. എന്നാലേ ഞാനും ഉറങ്ങണില്ല കേട്ടോ. എന്താണെന്നറിയോ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. നീ പഠിക്കണത് ഇങ്ങനെ കണ്ടോണ്ട് ഇവിടെ ഇരിക്കാൻ പോവാം. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ബെസ്റ്റ്. ഒരു കാര്യം പറയാൻ മറന്നോ, നാളെ എനിക്കൊരു യാത്ര ഉണ്ട് കേട്ടോ. എങ്ങോട്ടാ യാത്ര? അതെ, ഒരാളെ കാണാൻ വേണ്ടി പോവാട്ടോ ഞാൻ. പിന്നെ വന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. നീ ടൈം കളയണ്ട, വേഗം പഠിച്ചോട്ടോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ഇതേ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ശങ്കു അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശങ്കുവിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് പാവ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് വായിച്ച് ഇങ്ങനെ വല്ല കേട്ടോ, ഉറക്കെ വായിക്കട്ടോ ഗൗരിയെ എന്ന് പറഞ്ഞു. നീ എന്നും ഇങ്ങനെ ഉറക്കെ ഇംഗ്ലീഷ് പഠിക്കണം കേട്ടോ. എനിക്കും ഇതൊരു താരാട്ട് പാട്ട് പോലെ കേട്ടോ. അത് കേട്ട് എനിക്ക് അങ്ങോട്ട് ഉറങ്ങണം. ഓക്കെ, ശരി. അപ്പോൾ ശങ്കുവിനെ പിടിച്ച് മടി കിടത്തി. അപ്പോൾ നീ പഠിക്കണില്ലേ എന്ന് ചോദിച്ചു. ഈ ബുക്കിലെ അക്ഷരങ്ങൾ താരാട്ട് പോലെയെന്നല്ലേ ശങ്കർ പറഞ്ഞത്? അതെ. എന്നാൽ ഞാൻ ആ താരാട്ട് പാടിത്തരാം, അത് കേട്ട് ശങ്കർ ഉറങ്ങിക്കോ. ഓക്കെ, ശരി. അപ്പം ശങ്കു ഭയങ്കര ഇതായിട്ട് നമ്മുടെ ഗൗരിയുടെ മടിയിലൊക്കെ തല വെച്ച് കിടന്നുറങ്ങുകയാണ്. എന്തോ പുള്ളിക്ക് മനസ്സിലായതുപോലെയൊക്കെ കേട്ടോ. അപ്പോൾ അതേണ്ട പിന്നെ കാണുന്നത് നമ്മുടെ കൊഴുത്തുരുമ്പ് വക്കീലിനെയാണ്. വക്കീൽ എന്തോ ലെറ്റർ പോലെ ഒരു പേപ്പറിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് മഹാദേവൻ സാറിനെ കൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എന്താണെന്ന് ഒന്നും മനസ്സിലാവണില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണിച്ചു മഹാദേവൻ. എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട്. അപ്പം എന്നാൽ ഗംഗയും ശേഖരനോട് നിൽപ്പുണ്ട്. അപ്പം ഇത് എന്തൊട്ടാണെന്നല്ലേ മഹാദേവൻ സാർ ചോദിച്ചത്? മണി അടിച്ചാണ് ചോദിച്ചത്. അപ്പോൾ കൊഴുത്തുരുമ്പ് വക്കീൽ കണ്ടോ, മഹാദേവൻ സാറിന് മണിയുടെ ആ ഒരു ഉദ്ദേശം എനിക്കിപ്പം മനസ്സിലായി തുടങ്ങിയിട്ടാ. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് മഹാദേവൻ സാറ് മണിയായിട്ട് ഇരിക്കാനായാലും പേടിക്കണ്ട കേട്ടോ, സംഭവം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞാനില്ലേ. അപ്പം മണിയെടുത്ത്, എടോ വക്കീലേ, അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ എന്തൊട്ടാ സംഗതി എന്ന് വെച്ചാൽ താനൊന്ന് വിളമ്പിയേ. എൻ്റെ പൊന്ന് ശേഖരൻ കുഞ്ഞേ, ഗംഗമോളെ, ഇത് കണ്ടോ നീ എന്ന് ചോദിച്ചു. ഇതാട്ടോ മറ്റേ സാധനം. നമ്മുടെ മറ്റേ സാധനം എന്ന് പറഞ്ഞത് മനസ്സിലായോ? ലഘുലേഖ. ഇത് വായിച്ചു നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതും കണ്ടിട്ട് മഹാദേവൻ ഇങ്ങനെ കണ്ണും വീഴ്ചിരിക്കുകയാണ്. അല്ല മഹാദേവൻ സാറേ, ഇതിൽ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇതിലെഴുതിയേക്കണത് വല്ലം സാറിന് മനസ്സിലാവുമോ? അയ്യോ,
അത് ശരിയാണല്ലോ പറഞ്ഞത്. അച്ഛൻ എഴുതാനും വായിക്കാനും വല്ലതും അറിയുമോ? അതെ, പിന്നെ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? എൻ്റെ ഗംഗെ, നീ ഒന്നിതൊന്ന് വായിച്ചേ എന്ന് പറഞ്ഞു. ഗംഗയുടെ കയ്യിലേക്ക് കൊടുത്തു. അതെ, ഇതെന്താ എഴുതിയിരിക്കുന്നത്? അതെ, ഇത് ലഘുലേഖേതായൊരു ഭാഷയുണ്ട്, അത് വായിക്കുക. സോഷ്യലിസത്തിൻ്റെ എക്കാലത്തെയും വലിയ ശത്രു, കൊളോണിയലിസത്തിൻ്റെ വക്താവും സർവോപരി ഫ്യൂഡലിസ്റ്റുമായ ചാരങ്ങാട്ട് മഹാദേവനെതിരെ, അതായത് എന്താണെങ്കിലും വ്യക്തിഹത്യ നടത്തേണ്ട കാലം സമാഗതമായിരിക്കുന്നു. മഹാദേവൻ സാറിന് വല്ലതും പിടികിട്ടിയോ? മഹാദേവൻ സാറിനെ എതിർ പാർട്ടിക്കാരെ ഇരുട്ടടി അടിച്ച് വീഴ്ത്തിയതാണ് എന്ന് ഈ ഒളിപ്പോര് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ മഹാദേവൻ ചിരിക്കാണ്. ദേ, അടുത്ത വരി കേട്ടോട്ടോ. അപ്പോൾ ഓരോരോ വരിയായിട്ട് വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ എതിർ കക്ഷിക്കാർ മഹാദേവൻ സാറിനെ ബൂർഷാ മുതലാളി എന്നും എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ അണികൾക്ക് വേണ്ടിയിട്ട് എഴുതണ കത്താട്ടോ ഇത്. ഓ, അപ്പം നമ്മുടെ അച്ഛനിട്ട് പണിയാനായിട്ട് അവന്മാർ തീരുമാനിച്ചു അല്ലേ? അതിൻ്റെ തെളിവാണല്ലോ ഈ കത്ത്. എൻ്റെ പൊന്ന് ശേഖരൻ കുഞ്ഞേ, ഹോ, ഈ കത്ത് എഴുതിയതേ എതിർ പാർട്ടിക്കാരൊന്നും അല്ലട്ടോ, ഈ ഞാനാട്ടോ, ഈ സ്വന്തം ഞാൻ തന്നെ. താനോ? എൻ്റെ പൊന്ന് വക്കീലെ, താൻ എന്തൊക്കെ കാണിക്കുന്നത്? എന്തിനാണോ ഇങ്ങനൊരു കത്ത് എഴുതിയത്? എന്തിനാ എഴുതിയെന്നോ? ഈ കത്ത് നമ്മൾ പുറത്തു വിടുന്നതോടെ മഹാദേവൻ സാറിനോട് തൃശ്ശൂർക്കാർക്ക് ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വന്നു തുടങ്ങും. അപ്പം മുതലുണ്ടല്ലോ ഒരു സഹതാപ തരംഗം തൃശ്ശൂരിൽ അങ്ങോട്ട് ആഞ്ഞടിക്കും. ഓ, അങ്ങനെ കൊള്ളാലോ. അല്ല വക്കീലെ, തൃശ്ശൂർ ഒരു സാംസ്കാരിക തലസ്ഥാനമല്ലേ? ഇങ്ങനൊരു കത്ത് എഴുതിയാൽ തൃശ്ശൂരുകാരത് വിശ്വസിക്കുമോ? അത് നേരാട്ടോ, അത് ഗംഗ ചോദിച്ചത് കറക്റ്റാട്ടോ. അച്ഛാ, ഈ കത്തിൻ്റെ ഐഡിയ പാളാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ശേഖരൻ. എൻ്റെ ശേഖരൻ കുഞ്ഞ് എന്തറിഞ്ഞിട്ടാ ഈ പറയണത്? ദേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട്. ഇതുപോലത്തെ കത്തുകളുടെ കാര്യത്തിലേ എന്നെ തോൽപ്പിക്കാനേ ആർക്കും കഴിയില്ല കേട്ടോ. സത്യമായിട്ടോ ഞാൻ പറഞ്ഞത്. മഹാദേവൻ പേടിച്ചു. ഇനി കുഴുത്തരും വക്കീൽ മൊത്തം കുളവാക്കും. ഈ ലഘുലേഖ പരിപാടിയൊക്കെ വെറും സിമ്പിള്. എന്താണെന്നറിയോ? ഞാനേ ഒരു എഴുതിയ ലവ് ലെറ്റർ ഉണ്ട് കേട്ടോ. അത് ശേഖരൻ കുഞ്ഞൊന്ന് വായിക്കണം എൻ്റെ പൊന്നോ. അപ്പോൾ ഗംഗയ്ക്ക് എന്തോ ഒരു ഡൗട്ട് കേട്ടോ. അപ്പോൾ ഗംഗ ഇങ്ങനെ അതിനകത്ത് കൈയക്ഷരം ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. മഹാദേവൻ സാറേ, മണിയടിക്കാൻ വരട്ടെ, 1 മിനിറ്റ് നിർത്താന്നുള്ള മട്ടിലാട്ടോ. മഹാദേവൻ സാറേ, ഞാൻ ഈ ശേഖരൻ കുഞ്ഞിൻ്റെ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണ്ടേ? പറയട്ടെ. എൻ്റെ അമ്മോ, ഈ കുഴുത്തുരുമ്പ് വക്കീൽ മൊത്തം കുളവാക്കുന്ന തോന്നണത്. ഓ, പിന്നെയും മണിയടിക്കാണ്. എൻ്റെ ദൈവമേ, ഈ കന്നാലി എല്ലാം വിളിച്ചു പറയുന്ന തോന്നണത്. മഹാദേവൻ ആകെ പേടിച്ചിരിക്കുകയാണ്. വക്കീൽ സകല കാര്യവും കൊളാക്കാണ് കേട്ടോ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.